നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇന്ത്യ ഇങ്ങനെ 8 നിലയിൽ പൊട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ ദേഷ്യത്തിൽ വന്ന് വീഡിയോ ചെയ്യാറാണ് പതിവ്. പക്ഷെ എനിക്കിന്ന് ചിരിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചിരിയാണ് തോന്നിയത്. ഇത് വേണമെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ നിന്റെയൊക്കെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് എന്ന് എനിക്ക് തോന്നി. ഈ പറയുന്ന എന്താണ് ഈ അഹങ്കാരം, നഖത്തിന്റെ ഇടയിൽ അഹങ്കാരം കയറുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. അജിത് അഗാർക്കർ നമ്മുടെ മെയിൻ കോച്ചായ ഗൗതം ഗംഭീർ അവനാണ് വേൾഡ് കപ്പ് കൊണ്ടുവന്ന് എന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത്. ആ സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തി കളിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെയൊക്കെ ഇന്നത്തെ സ്ഥാനം പോലും നഷ്ടപ്പെടുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോയി എന്നുള്ളതാണ്. മനസ്സിലായോ? അന്ന് അവൻ കളിച്ചില്ലായിരുന്നു എങ്കിൽ, അന്ന് ആ 3 കളി സഞ്ജു സാംസൺ കളിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ത്യ വേൾഡ് കപ്പിൽ നിന്ന് പുറത്ത്. മനസ്സിലായോ? അങ്ങനെ പുറത്ത്. നിന്റെ കോച്ചിങ് വീട്ടിൽ ഇരുന്ന് ഭാര്യയെ കോച്ച് ചെയ്യായിരുന്നു. മനസ്സിലായി? അല്ലെങ്കിൽ വെളുപ്പിന് ഇരിക്കാമായിരുന്നു. അഗാർക്കർ എല്ലാവർക്കും ഇന്ന് നിങ്ങൾ അവിടെ നിന്ന് ഈ പറഞ്ഞ നെഞ്ചു വിരിച്ചിരിക്കുന്നു എങ്കിൽ അതിനൊക്കെ ഉത്തരവാദി, അതിന്റെ എല്ലാ അവകാശവും ഒരേ ഒരു മനുഷ്യനായിരുന്നു, സഞ്ജു സാംസൺ. അവനെയാണ് നീയൊക്കെ എടുത്തെറിഞ്ഞത്. കറിവേപ്പില പോലെ ചവിട്ടി എടുത്തെറിഞ്ഞത് അവനെയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത് എന്നുള്ളതാണ്. ദയനീയമായ തോൽവി. ഈ T20 ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദയനീയമായ തോൽവിയിലാണ് പോയിരിക്കുന്നത്. വെരി ഗുഡ്. ഇത് വേണം. ഇതൊരു തിരിച്ചടിയാണ്, ദൈവമായിട്ട് നിങ്ങൾക്ക് തന്ന തിരിച്ചടിയാണ് എന്നുള്ളതാണ്. ഇന്നലെ നമ്മളൊരു വീഡിയോ കണ്ടായിരുന്നു. സഞ്ജു ഈ പറയുന്ന ബസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സ് പോകുമ്പോൾ അവിടെയുള്ള ഇംഗ്ലണ്ടിലുള്ള ഇന്ത്യൻ ആരാധകർ, ഇന്ത്യനെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ സഞ്ജു കംബാക്ക് സഞ്ജു, വി വാണ്ട് സഞ്ജു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കേട്ടു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാര് 8 നിലയിൽ പൊട്ടി. ഈ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഒരു കളി പോലും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ആരുമില്ല എന്നുള്ളതാണ്. ഒരൊറ്റ മനുഷ്യരെ അവിടെ കളിക്കുന്നില്ല എന്നുള്ളത്. വെറും 3 കളി, ഒരു 3 കളി തുടർച്ചയായിട്ട് എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ അവിടെ ഒറ്റയാനായിട്ട് നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുക്കുകയും മാൻ ഓഫ് ദ സീരീസ് ആവുകയൊക്കെ ചെയ്ത ഒരു കക്ഷിയെ 3 കളി അവൻ ഹോം ഔട്ട് ആയി എന്ന് പറഞ്ഞുകൊണ്ട് 11 നിന്ന് മാറ്റുന്നു, അടുത്ത പരമ്പരയിൽ നിന്ന് മാറ്റുന്നു. വെരി ഗുഡ്. നിന്റെയൊക്കെ ഈ പറയുന്ന ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളതാണ്. ഇത് എന്ത് അനീതിയാണ് നടക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. മനസ്സിലായോ? അപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. ഭയങ്കര വൈകാരികമായിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം. ഇന്ത്യ തോറ്റുമുടിഞ്ഞു പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവനൊക്കെ ചാവട്ടെ. അതൊക്കെ ഒരു വൈകാരിക പ്രകടനമാണെങ്കിലും ഉള്ളിന്റെ ജയിക്കണമെന്ന് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ അന്വേഷിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിത് വളരെ എന്താണ് പറയുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ ഞാനത് അന്വേഷിച്ചപ്പോൾ ആ ന്യൂസ് ഒന്നും ഒരിടത്തും വന്നിട്ടില്ല. അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ സഞ്ജു സാംസന് പരിക്കാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അത് നമുക്കത് ആ പുള്ളിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചു പറയുമ്പോൾ അതൊരു കള്ളമാണെന്ന് കള്ളമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്ര വിശ്വസനീയമായ ഒരു അതായത് IPL ഉണ്ടായിരുന്നപ്പോൾ തന്നെ സഞ്ജുവിന് പരിക്കുണ്ടായിരുന്നു. അത് പേശി വലിവ്, ഹാംസ്ട്രിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് സഞ്ജു മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇപ്പോഴും വരുന്ന. അത് പുറത്തു വന്നിട്ടില്ല, ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ 2 കളി പിന്നീട് കളിച്ചതിന് ശേഷമാണ് ഇവന്റെ ഈ ഒരു സംഭവം അറിഞ്ഞത്. സഞ്ജു അങ്ങനെ കളിക്കാൻ കാരണം തന്നെ ഈ വൈഭവ് സൂര്യവംശിക്ക് അറിയില്ല. ആർക്കെങ്കിലും ഇവിടെ ഒരു കോമ്പറ്റീഷൻ ആണല്ലോ. അവസരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ അവസരം പോകുമോ എന്നുള്ള രീതിയിൽ സഞ്ജു കളിച്ചതാണ്. അതുകൊണ്ടാണ് അതിന്റെ ഒരു റെസ്റ്റ് ആണ് കൊടുത്തതെന്നാണ് ഞാൻ ഇന്നലെ അറിഞ്ഞത്. അപ്പൊ ഞാൻ കരുതി ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഇത്രയും ഒരു നെറുകേട് കാണിക്കുമോ ആരുടെങ്കിലും, ഇത്രയും ഒരു അനീതി ഒരു പ്ലെയറിനോട് ഏതെങ്കിലും പിന്നെ ക്രിക്കറ്റ് ബോർഡ് കാണിക്കുമോ? ഒരിടത്തും ലോകത്ത് ആരും ചെയ്യാത്തൊരു അനീതിയാണ് ഈ പറയുന്ന സഞ്ജു സാംസണിനോട് ചെയ്തത്. അപ്പൊ ഞാൻ കരുതി ചിലപ്പോൾ ശരിയായിരിക്കാം എന്നാണ് കരുതുന്നത്. പക്ഷെ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ വന്ന് ഈ പറയുന്ന നമ്മുടെ ഗൗതം ഗംഭീർ, നമ്മുടെ മഹാ കോച്ച്, ഞാനാണ് ക്രിക്കറ്റ് കണ്ടുപിടിച്ചത് എന്നാണ് അവന്റെ ഭാവം. അവൻ വന്നൊരു സംഭവം, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് സഞ്ജു സാംസനെ പറ്റി. അതിന്റെ മലയാള പരിവർത്തനം ഞാനിവിടെ വായിക്കാം, അത് കേട്ടോണേ. സഞ്ജു സാംസന് നൽകേണ്ടിയിരുന്ന വ്യക്തത, ക്ലാരിറ്റി എന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സഞ്ജുവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായും വ്യക്തതയുണ്ട്. വ്യക്തത നമുക്ക് മനസ്സിലായി. അവനെ ഈ ടീമിൽ നിന്ന് പുറത്താക്കുക, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവനെ ഈ ടീമിൽ നിന്ന് പുറത്താക്കുക, അതാണ് അവരുടെ വ്യക്തത. ഓക്കെ, ലോകകപ്പിൽ ഇന്ത്യക്ക് അദ്ദേഹം ചെയ്ത അസാധാരണമായ കാര്യമാണ്. ഓർമ്മയുണ്ടോ? മറന്നുപോയില്ലല്ലോ. അൽഷിമേഴ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ,
എന്നാൽ ചിലപ്പോൾ ചില കളിക്കാരുടെ നിലവിലെ ഫോം നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. എന്നാൽ ചില കളിക്കാരുടെ നിലവിലെ ഇവിടെ ഇപ്പോ നിലവിലുള്ള ടീമിൽ ആരാണ് ഫോമിൽ ഉള്ളത്, ആരാണ് ഈ 3-4 കളിയും തുടർച്ചയായിട്ട് പരാജയപ്പെടാത്ത ആരുണ്ട് എന്നുള്ളതാണ്. അഭിഷേക് ശർമ്മയും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇത് തന്നെയാണല്ലോ. ക്യാപ്റ്റനായ ശേഷം ശ്രേയസ് അയ്യര് കൂടി ഒരു കളിയാ കളിച്ചത്, ബാക്കി 4 കളിയും അവൻ രണ്ടക്കം കണ്ടിട്ടില്ല, പുറത്താണ് എന്നുള്ളതാണ്. പിന്നെ തിലക് വർമ്മ വൈസ് ക്യാപ്റ്റനായി നിങ്ങൾ എടുത്തിരിക്കുന്നു. ഈ തിലക് വർമ്മയുടെ കേസ് പറയുമ്പോഴേ ഈ തിലക് വർമ്മ കൂടി നമ്മളിൽ ഓർമ്മയിലുള്ള ഒരു കളിയാണ് പാകിസ്ഥാന്റെ, എനിക്കൊന്ന് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരായിട്ട് ചേസ് ചെയ്ത് ജയിച്ച ഒരു കളി. ഒരൊറ്റ കളിയുടെ പിൻബലത്തിൽ നിങ്ങൾ ഇതുവരെ അവനെ ബാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ പറയുന്ന ടൂർണമെന്റ് ആയിക്കോട്ടെ, പിന്നെ അയർലൻഡ് ടൂർണമെന്റ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ദയനീയ പരാജയമായിരുന്നവൻ. എന്നിട്ട് ഇത്രയും ദയനീയ പരാജയപ്പെട്ട തിലക് വർമ്മയെ നിങ്ങൾ വൈസ് ക്യാപ്റ്റനാക്കി. വെരി ഗുഡ്. കാരണം വൈസ് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ പിന്നെ ടീമിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല, വൈസ് ക്യാപ്റ്റനിൽ ഇരിക്കട്ടെ എന്നുള്ളത്. അക്ഷർ പട്ടേലിനെ എടുത്തെറിഞ്ഞു. സ്ഥാനത്ത് തിലക് വർമ്മ എന്ത് തേങ്ങയാണ് ചെയ്തത് എന്നുള്ളതാണ്. എന്ത് തേങ്ങയാണ്? വേൾഡ് കപ്പിൽ അവർ എന്താ ചെയ്തത്? അന്ന് പാകിസ്ഥാനോടുള്ള ഒരു ഇന്നിങ്സ് ഒഴിച്ചു നിർത്തിയാൽ ഇപ്പുറത്തെ ചെറിയ പൊട്ടലല്ലാതെ വേറെ എന്ത് തേങ്ങയാണ് അവൻ ചെയ്തിട്ടുള്ളത്? ഇവിടെ വന്ന് ഇന്നലെ 202 റൺസ് ചേസിംഗ് വന്നപ്പോൾ 11 ബോളുകൾ നേരിട്ട് കൊണ്ട് 3 റൺസാണ് അവന്റെ സംഭാവന. അവനാണ് നിങ്ങൾ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുകയും അവനെയാണ് ഇപ്പോഴും നിങ്ങളുടെ ടീമിലെ വൈസ് ക്യാപ്റ്റൻ. വെരി ഗുഡ്, ഗംഭീർ, വെരി ഗുഡ്. നമ്മളെല്ലാം പൊട്ടന്മാരെന്നാണ് വിചാരം അല്ലേ? ഓക്കെ, ഈ പരമ്പരയിൽ അദ്ദേഹത്തിന് ഇനി തിരിച്ചു വരവ് നടത്താൻ കഴിയില്ല എന്നൊരു യാതൊരു നിർബന്ധവുമില്ല. അയ്യോ തന്നെ നിങ്ങൾ ഇനി അടുത്ത വട്ടം ഇപ്പം ബാറ്റ് എടുത്ത് കൊടുത്ത് ഇപ്പൊ കളിക്കണമെന്ന് പറയും, ഓപ്പ് പറയും നീ. അതിലുപരിയായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്നത് റിസൾട്ടിനെ ആശ്രയിച്ചുള്ളതാണ്. റിസൾട്ടിനെ ആശ്രയിച്ചുള്ളതാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ്. ഇവിടെ ആരാണ് ഇപ്പൊ റിസൾട്ട് കൊണ്ടുവന്ന് 5 കളി കൊണ്ട് തുടർച്ചയായിട്ട് പൊട്ടുന്നുണ്ടോ? അപ്പൊ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം സഞ്ജു സാംസൺ മാത്രമാണ്. അവനെ പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. ഇപ്പൊ എല്ലാം റെഡിയാവുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് മികച്ച ഫലം നൽകാൻ സാധിക്കുന്ന ഏറ്റവും അനുയോജ്യമായ കോമ്പിനേഷൻ എന്താണെന്ന് തോന്നുന്നുവോ ആ കോമ്പിനേഷനെ ആയിരിക്കും ഞങ്ങൾ കളത്തിലിറക്കുക. പ്ലേയിങ് 11 ആയിരിക്കും ഞങ്ങൾ കളിപ്പിക്കുക. മനസ്സിലായി? നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ജയിപ്പിക്കാൻ കഴിയുന്ന ടീമിനെ തന്നെയാണ് ഇറക്കുക. അതുകൊണ്ട് തന്നെ 8 നില ഇത്രയും നാണം കെട്ട രീതിയിൽ നീയൊക്കെ തോറ്റത് എന്നുള്ളത്, ഇത്രയും നാണം കെട്ട തോൽവി. ഇതിനെയും കെട്ട് വലിയ നാണം കെട്ട തോൽവി വരാൻ കിടക്കുന്നു. സിംബാബ്വേയിൽ നിന്ന് നിങ്ങൾ ഓടി കിടന്ന് തോക്കാനാണ് പിന്നീട് എനിക്ക് തോന്നുന്നത്, തോക്കുമെന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഇന്ത്യയുടെ ഇന്നലത്തെ പ്രകടനത്തിനെ കുറിച്ച് പറയാം. ഉറക്കം വളച്ചിരുന്ന് കണ്ടു, ഒരു ടെൻഷനും ഇല്ല, ഔട്ടായില്ല, പോട്ട്. ഓക്കെ, ടാറ്റ, ബൈ ബൈ. എനിക്കൊരു പവർ പ്ലേയിൽ 5 വിക്കറ്റ് എന്താ പോയി അല്ലേ? പവർ പ്ലേയിൽ 5 വിക്കറ്റ് പോയത്. വെരി ഗുഡ്. ആദ്യം നമുക്ക് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്രേയസ് അയ്യർ ആസ് എ ക്യാപ്റ്റൻ വേസ്റ്റ് ആണ്, പടു വേസ്റ്റ് ആണ് കേട്ടോ. ഇന്നലെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഈ ബൗളർമാരെ ഇങ്ങനെ നിരത്തി നിർത്തിക്കണം, ഇങ്ങനെ ക്യൂവിൽ ഇങ്ങനെ നിർത്തിക്കണം. ആദ്യം ഹർഷദീപ് സിംഗ് എറിയട്ടെ, എന്നിട്ട് അവനെ മാറ്റട്ടെ, അടുത്ത ഹർഷിത് റാണ എറിയട്ടെ, ഇനി അവനെ മാറ്റട്ടെ, അടുത്ത ഓവർ ആർക്കാണ് അക്ഷർ പട്ടേലിന് എടുക്കുന്നു, അവൻ ഒരു ഓവർ എറിയുന്നു, അവനെ മാറ്റുന്നു, അങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയിട്ട് എറിയും പോലെ എനിക്ക് തോന്നിയത്. ഒരുത്തൻ കഴിഞ്ഞ ഓവറിൽ 2 വിക്കറ്റ് എടുക്കുന്നു, അടുത്ത ഓവർ അവനെ മാറ്റുന്നു, അടുത്തവനെ കൊണ്ടുവരുന്നു. ഫസ്റ്റ് ഓപ്പണിംഗ് സ്പെല്ല്, അതായത് ഈ പറയുന്ന പവർ പ്ലേയില് ഫാസ്റ്റ് ബോളേഴ്സ് നല്ല രീതിയിൽ എറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് വലിയ റൺസ് ഒന്നുമില്ല. അവർ കൊട്ടി നിൽക്കുന്ന സമയത്ത് നേരെ കൊണ്ട് അക്ഷർ പട്ടേലിന് കൊടുത്തിരിക്കുന്നു. അതിൽ 2 6 അടിച്ചു. അവന്മാർ അതോടുകൂടിയാണ് അവർ ടച്ചിലേക്ക് വരുന്നത്. ആണോ? എപ്പോഴൊക്കെ വിക്കറ്റ് വീഴുന്നു ആ സമയത്ത് അടുത്ത മാറ്റുന്നു. ഇതിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഈ ലൈനായിട്ട് നിൽക്കുകയാണ് ബൗളർമാർ. ഒരുത്തനെ എറിഞ്ഞ് മാറ്റിയിടുന്നു, അടുത്തവരെ. എന്ത് തേങ്ങയായിട്ട് നീ എന്ത് ക്യാപ്റ്റൻസിയാണ് നീ ഉണ്ടാക്കുന്നത്? വളരെ പൂവർ ക്യാപ്റ്റൻസി എന്ന് പറയുള്ളൂ, പൂവർ ക്യാപ്റ്റൻസി. ഇത് തോക്കാനുള്ള മെയിൻ കാരണം ഒന്ന് ക്യാപ്റ്റൻസിയാണ്. ബൗളർമാരെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. പിന്നെ ഫീൽഡറിന്റെ കേസ് പറയണ്ട. ശിവൻ ഡൂബയൊക്കെ ബോളിന്റെ പുറത്ത് ചക്ക വീഴും പോലെയാണ് വീണത്. ബോളർ സൈഡിൽ കൂടെ പോണ്. എന്തോന്നടേ ഇതൊക്കെ? എന്നിട്ട് ശിവൻ ഡൂബയ്ക്ക് മുമ്പ് മറ്റേ റാണെ ഇറക്കി വിടണം, ഹർഷിത് റാണെ ഇറക്കി വിടണം, അവ അടിക്കിട്ടുന്നത്. പവർ പ്ലേയില് ഹർഷിത് റാണെ ഇറക്കി വിടുന്നു. കഷ്ടം, ഗംഭീര കഷ്ടം. ബട്ട്ലർ 36. സാൾട്ടൊക്കെ ഈ പറയുന്ന കോട്ടി എത്ര എന്താണ് കടന്ന് തുഴഞ്ഞ് ആ സമയത്ത് അവന് പേസ് ബോൾക്ക് നല്ല സ്വിങ് കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് ഒരു പേസ് ബോളറെ കൊണ്ടുവന്ന് ആ പ്രിൻസിനെ കപ്പ കൊണ്ട് എറിഞ്ഞെങ്കിൽ വിക്കറ്റ് അപ്പം തന്നെ വീണേനെ.
ആ സമയത്ത് കൊണ്ട് അക്സർ പട്ടേൽ, അതായത് അതുവരെ ഇവര് ടച്ച് ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ ശ്രേയസ് അയ്യർ പറഞ്ഞു ശരി ഓക്കെ അക്സർ പട്ടേൽ നീ എറിഞ്ഞു, അവന് കിട്ടുകയും ചെയ്തു. ഉടനെ അവനെ മാറ്റി എന്തൊക്കെ ചെയ്യണ്ടേ അവൻ. ഓക്കെ, ആര്യ ബ്രൂക്സ് പിന്നെ വേറെ ആരും കളിച്ചില്ല, ഇവര് തന്നെ മതി. പിന്നെ സാംകരൻ വന്നു, അവസാനം സാംകരൻ വന്ന് തന്നെ 41 റൺസ് അടിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മുടെ ബൗളേഴ്സിന് നോക്കിയത് ഹർഷദീപ് സിംഗ് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. എപ്പോഴും അവൻ എറിയുന്നുണ്ട്. 36 റൺസ് എടുത്തു, വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഹർഷിത് റാണ 2 വിക്കറ്റ് എടുത്തു, 40 റൺസ്. അതിൽ ഒരു ഓവറിൽ 2 വിക്കറ്റ് എടുത്തതിന് ശേഷം അവൻ ടബൈൻ ആ ഓവറിൽ നിന്ന് മാറ്റി വേറെ ആരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പട്ടേൽ 49 റൺസ് അടിച്ചു കൊടുത്തു, 1 വിക്കറ്റ്. അവനെ എന്താ ആവശ്യമില്ലാത്ത സമയത്ത് കൊണ്ട് അവനെ ബൗളിംഗ് കൊടുത്തു. ആ ഓവറിൽ തന്നെ 10-12 റൺസ് അടിച്ചു, 2 6 എന്തോ അടിച്ചു. പിന്നെ പ്രിൻസ് യാദവ് മാത്രം നല്ല രീതിയിൽ 2 വിക്കറ്റ് എടുത്തു, 30 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. ശിവം ദുബെ 1 ഓവർ കൊടുത്തു, എന്തൊരു വൈകുന്നേരം. ഇനി വരുൺ ഞാൻ ഇവിടെ പറയട്ടെ, ഇവിടെ മാറ്റാനുള്ള 1-2 പ്ലെയറെ കേസ് പറയട്ടെ. വരുൺ ചക്രവർത്തി വേൾഡ് കപ്പിന് മുമ്പ് കിടിലമായിരുന്നു, ഒരു മാറ്റവും ഇല്ല, കിടിലമായിട്ടാണ് അവനെ ആൾക്കാർക്ക് ബാറ്റ് ചെയ്യാൻ തന്നെ. അവന്റെ ലൈനിൽ നിന്ന് അവന്റെ ഗൂഗിൾ ഒന്നും ആർക്കും ബാറ്റ്സ്മാൻ ഒന്നും കിട്ടുന്നില്ല. പടപട നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വിക്കറ്റ് തള്ളിയിട്ട് കൊണ്ടുവന്നു. ഈ പറയുന്ന വേൾഡ് കപ്പ് തുടക്ക സമയത്ത് 1-2 കളികൾ കൃത്യമായിരുന്നു. അതിനുശേഷം ഉള്ള കംപ്ലീറ്റ് കളികളും അവൻ ഫോം ഔട്ടാണ്, ഇൻക്ലൂഡിങ് IPL വരെ അവൻ ഫോം ഔട്ടാണ്. പട്ടി അടിക്കും പോലെയാണ് അടിക്കുന്നത്, പട്ടി അടിക്കും പോലെ. അവനൊക്കെ നിങ്ങൾ ഇപ്പോഴും വീണ്ടും അവസരം കൊടുക്കുന്നു. അപ്പോഴും ചെറുപ്പക്കാരെ വേണ്ട ഇല്ലേ? അപ്പോഴും ചെറുപ്പക്കാരെ വേണ്ട, മനസ്സിലായോ? ഒന്ന് വരുൺ ചക്രവർത്തി ഇത്രയും കളികൾ ഫോം ഔട്ടായി, ഇത്രയും കളികൾ ചുമ്മാ അവസരം കൊടുക്കുന്നു, എന്തിനാ അവനെ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് അതിനൊരു ഉത്തരം താങ്കൾ തരണമെന്നതാണ്. അടുത്ത തിലക് വർമ്മ, എനിക്ക് മനസ്സിലാവുന്നില്ല. തിലക് വർമ്മ എന്ത് തേങ്ങയ്ക്കാണ് ഇട്ടിട്ട്? അന്നൊരു പണ്ടെങ്ങാണ്ടോ ഈ പറയുന്ന പാകിസ്ഥാനെതിരായിട്ട് ഫൈനലിൽ അടിച്ചു ജയിച്ചതല്ലാതെ എന്ത് കളിയാണ് മാച്ച് വിന്നിങ് പിന്നെ ഇതാണ് ഇവൻ കളിച്ചത്? ഒന്നും കളിച്ചിട്ടില്ല. അവനെയും താങ്ങി അവന്റെയും മൂട് താങ്ങിക്കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇനി ഇന്ത്യയുടെ ബാറ്റിംഗ് നില നോക്കാമേ. നമ്മുടെ ശർമ്മ 10 ഓവർ 10 റൺസ്, 7 ബോളിൽ 10 റൺസ്, 1 6. എനിക്ക് അവന്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ അഭിഷേക് ശർമ്മയുടെ അടുത്ത് പറയാനുള്ളത്, ഇത് ഇന്ത്യൻ പിച്ച് അല്ല, ഇത് ഇംഗ്ലണ്ട് പിച്ചാണ്. കുറച്ച് ബൗൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പട്ടി അടിക്കും പോലെ അടിക്കാതെ നോക്കാതെ, ഈ 1-2 കളി അടിച്ചു ശരി തന്നെ, പക്ഷെ എല്ലാം എടുത്ത് അടിക്കാൻ വേണ്ടി നോക്കല്ലേ എന്നുള്ളത് ഒരിതുണ്ട്. അവൻ പക്ഷെ അവനെ കുറ്റം പറയാൻ പറ്റില്ല, അവൻ ബാക്കി 2 കളി കളിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെ ആയിക്കോട്ടെ. വൈഭവ് സൂര്യവംശി 5 ബോളിൽ 13 റൺസ്, 2 6 അടിച്ചു. വൈഭവ് സൂര്യവംശിയുടെ അടുത്തും എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ. അവനെയൊക്കെ പിന്നീട് ഈ പറയുന്ന ഡെബ്യൂ കൊണ്ടു കൊടുത്തത് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൊണ്ട് ഡെബ്യൂവിന് കൊണ്ടു കൊടുക്കുന്നു. അവനെ കുറച്ചും കൂടി ഇവൻ ചെയ്യാണെന്നറിയുമ്പോൾ ഈ ഒരു ടൂർണമെന്റ് കംപ്ലീറ്റ് സഞ്ജു സാംസൺ ഇറക്കണമായിരുന്നു. അവനെ ആസ് എ ടീം മെമ്പർ എന്നുള്ള രീതിയിൽ നോക്കി പഠിക്കാനും ആ അന്തരീക്ഷവുമായി ഒരു ലിങ്ക് ആവാനൊക്കെ ശ്രമിക്കണമായിരുന്നു. അതിനുശേഷം സിംബാബ്വെ പോലുള്ള ചെറിയ ടീമിൽ അവനെ കൊണ്ട് ഈ പറയുന്ന എന്താണ് ഒരു അരങ്ങേറ്റം കുറിക്കാനുള്ളതാണ്. അവനും ഈ പറയുന്ന ഇന്ത്യയിൽ പിച്ച് കടിക്കും പോലെ അടിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇവിടെ പേസും ബൗൺസും കൂടുതലാണ്. പണ്ട് ആ ഒരു ഇത് കിട്ടത്തില്ല. വൈഭവ് സൂര്യവംശി 2 കളി കൊണ്ട് പിന്നെ ഫോം ഔട്ടാണ്. ഓക്കെ, സഞ്ജു സാംസനെ മാറ്റിയിട്ട് കൊണ്ടുവന്ന ആളാണ്. 2 കളി കൊണ്ട് അടുത്ത കളിയും ഇതുപോലെ ആയി കഴിഞ്ഞാൽ അവനെ എടുത്തെറിഞ്ഞിട്ട് അവനെ ഈ ടൂർണമെന്റിൽ നിന്ന് മാറ്റുക, അടുത്ത സിംബാബ്വെ ടൂർണമെന്റ് ഇല്ലാതെ നിങ്ങൾ മാറ്റും. അതെങ്ങനെ മാറ്റും? അത് പറ്റൂലല്ലോ. അവൻ നോർത്തിലുള്ള അത് പറ്റത്തില്ല. അത് പറ്റത്തില്ല. സഞ്ജു സാംസൺ എന്ത് അവിടെ പെടുത്തോ തൂറിയോ എന്ന് നോക്കിയാണ് നിങ്ങൾ നടക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇഷാൻ കിഷൻ 9 ബോളിൽ 13 റൺസ് എന്നുള്ളതാണ്. ഇഷാൻ കിഷൻ ഈ പറയുന്ന നമ്മുടെ അയർലൻഡ് ടൂർണമെന്റ് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയതിൽ ആ കൂടി ഒരു കളിയാണ് ഫോമായത്, കഴിഞ്ഞ കളി. അല്ലാതെ ഏത് കളി ഫോമായി? അവനെ മാറ്റിയോ നിങ്ങൾ? എന്നിട്ട് കൊതം തുടച്ചേർന്ന അവനാണോ? അതുകൊണ്ടാണ് അവനെ മാറ്റാത്തത്. ഇവരെ ആരും മാറ്റണം ഞാൻ പറയില്ല. ഈ സഞ്ജു സാംസൺ, ഈ പറയുന്ന ഇഷാൻ കിഷൻ ആയിക്കോട്ടെ, ഈ പറയുന്ന അഭിഷേക്, ഇവരെ എന്ന് മാറ്റണമെന്നല്ല, അവരൊക്കെ അവസരങ്ങൾ. കാരണം ഇവരെല്ലാം ഈ പറയുന്ന ഇഷാൻ കിഷനും ഈ സഞ്ജു സാംസണും ഒപ്പം ഇഷാൻ കിഷൻ നല്ല രീതിയിൽ റോൾ ഉണ്ടായിരുന്നു വേൾഡ് കപ്പിൽ. അവനെ കൊടുക്കുമ്പോഴത്തെ ബാക്കിങ് ഈ പറയുന്ന സഞ്ജുവിനും കൊടുക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ശ്രേയസ് അയ്യർ കഷ്ടം. ശ്രേയസ് അയ്യറിന്റെ കേസ് കഷ്ടമാണ്. 4 ബോളിൽ 5 റൺസ് എടുത്തു. പോണേ ക്യാപ്റ്റൻ എന്ന നിലയിൽ വളരെ വളരെ ദയനീയ പരാജയമാണ് ശ്രേയസ് അയ്യർ. ഇത് ഒരു കളി പോലും ജയിച്ചില്ല. 5 കളി തുടർച്ചയായിട്ട് തോറ്റു. ഈ വരുന്ന 2 കളിയും നീ തോക്കും എന്നുള്ളതാണ്. മനസ്സിലായോ?
നിനക്ക് ബൗളിംഗ് എങ്ങനെ ഇറക്കണമെന്ന് അറിയത്തില്ല, നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചു കുട്ടികളെ പോലും അത്ര പോലും ബുദ്ധിയില്ലാത്ത രീതിയിലാണ് നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഗാലറിയിൽ ആരെങ്കിലും ബൗൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയെങ്കിലും ബൗൾ ചെയ്യിപ്പിക്കാം എന്നുള്ള മൈൻഡാണ് നിനക്ക്. ആ രീതിയിലാണ് നീ ബൗളിംഗ് കൊടുക്കുന്നത്. നിനക്കൊരു ഒരു 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 ഐഡിയ ഇല്ല, ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ക്യാപ്റ്റനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അക്സർ പട്ടേൽ കുറച്ച് ബൗളിംഗ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമെന്നല്ലാതെ ഇവന്റെയൊക്കെ ബാറ്റിൽ നിന്ന് ഒരു 10 റൺസ് കണ്ടിട്ട് ഞാൻ വർഷങ്ങളായി. നിങ്ങൾക്ക് വല്ല ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. എന്നാ എന്തോ വർഷങ്ങളായി. ഇന്നലെ ഇതുപോലത്തെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പോലും അവൻ കളിച്ചില്ല. ആ പോണെ അവനൊക്കെ എത്ര വയസ്സായി? അവനെയൊക്കെയാണ് മാറ്റാനുള്ളത്. ഇവിടെ വേറെ സ്പിന്നേഴ്സ് ഇല്ലേ? ശിവം ദുബെ 2 റൺസ്, പിന്നെ അങ്ങോട്ടൊന്നും പറയണ്ട. അങ്ങനെ 11.4 ഓവറിൽ 76 റൺസിന് ഇന്ത്യ സലാം പറഞ്ഞു. ഓക്കെ മതേ, ബൈ ബൈ, സീ യു എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. 23-ൽ 1 29-ൽ 2 സൂര്യവംശി പോയത്. പിന്നെ 41-ൽ 3, 3.6 ഓവറിൽ പിന്നെ 41-ൽ 4, പിന്നെ 52-ൽ 5, അതായത് 4.6 ഓവർ ആയപ്പോ തന്നെ 5 വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. 52 റൺസിൽ 5 വിക്കറ്റ്. വെരി ഗുഡ്. എന്റെ മദറെ, ഒന്നും പറയാനില്ലടേ. ഇവനെയൊക്കെ വിളിച്ച് തള്ളക്കി വിളിക്കുകയാണ് ചെയ്യാനുള്ളത്. നമുക്കിതിലൊന്നും ഞാൻ പറഞ്ഞു ഇത് നല്ലത് എന്നാണ് എനിക്ക് പറയുന്നത്. നല്ല കണക്കായിപ്പോയി. നിനക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറം വരണമെന്നുള്ളതാണ്. എന്റെ അഹങ്കാരം ഒന്ന് തീരട്ടെ. അക്കാത്ര ഈ ഗൗതം ഗംഭീർ എന്റെ മുഖത്ത് എഴുതി വെച്ചിരുന്ന അഹങ്കാരിയുടെ മറ്റതാണ്. നീയാണ് പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇത്രയും വളർത്തിയത്. നീ ഇല്ലായിരുന്നെങ്കിൽ വേൾഡ് കപ്പ് കിട്ടില്ല എന്നൊക്കെയാണ് നിന്റെ വിചാരം. ആ ഒരു പിന്നീട് സ്വപ്നത്തിൽ നിന്നൊക്കെ നീ ഒന്ന് എണീറ്റ് വാ. യാഥാർത്ഥ്യം ഇതാണ്, മനസ്സിലായോ? അന്ന് സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. വേറെ ആര് വിചാരിച്ചാലും കിട്ടില്ല. അവന്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ് വേൾഡ് കപ്പ് കിട്ടി എന്നുള്ളത്. യാഥാർത്ഥ്യം തിരിച്ചറിയുക. അവനെയാണ് നീ കറിവേപ്പില പോലെ ചവിട്ടി എറിഞ്ഞത് എന്ന് വന്നിട്ട് ഉണ്ടാക്കിയ ന്യായം ഉണ്ടാക്കുന്നത്. നീ തന്നെ ഒന്ന് എന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു, നീ എന്ത് തേങ്ങയാണ് പറഞ്ഞത് എന്നുള്ളത്. ഈ ടീമിൽ ഇപ്പൊ നിലവിലുള്ളവരൊക്കെ നീ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് യോജിച്ചു പോകുന്നവർ തന്നെയാണോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ്. എന്നൊക്കെ റോട്ടിലിട്ട് ആരെങ്കിലും എറിഞ്ഞു കൊല്ലായിരുന്നു നിനക്ക് അത്രയും കൊള്ളാം. നമുക്ക് വീണ്ടും കാണാം. ശരി.